إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 114 വചനം നോക്കൂ നിങ്ങൾ. ഈ സൂറത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിച്ച ആയത്താണ്. നോക്കൂ നിങ്ങൾ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാ, അൻസിൽ അലൈനാ, ഞങ്ങളുടെ മേൽ ഇറക്കി തരണമേ, മാഇദതൻ, ഒരു ഭക്ഷണത്തളിക, മിനസ് സമായി, ആകാശത്തു നിന്നും ഭക്ഷണങ്ങൾ സജ്ജീകരിച്ച ഒരു തളിക അതേ പ്രകാരത്തിൽ ഞങ്ങളുടെ മേൽ നീ ഇറക്കി തരണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. തഖൂനുലന, ഞങ്ങളാകുന്നതിന്, ഈദൻ, ഒരു ഉത്സവം ഞങ്ങൾക്കുണ്ടാകുന്നതിന്, ലിഅവ്വലിന, ഞങ്ങളുടെ ആദ്യക്കാരിലും, വആഖിരിന, ഞങ്ങളുടെ അവസാനക്കാരിലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഴുജനങ്ങളിലും ഒരു ഈദ്, ഒരു ഉത്സവം ഉണ്ടാകുന്നതിന്, അതായത് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടാകുന്നതിന് ആ ഭക്ഷണത്തളിക ഇറക്കി കിട്ടുക എന്നുള്ളത് വലിയ ആഹ്ലാദത്തിന്റെ, സന്തോഷത്തിന്റെ കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഈദൻ ലിഅവ്വലിന വആഖിരിന, ഞങ്ങളുടെ ആദ്യക്കാരിലും അവസാനക്കാരിലും ഒരു ഉത്സവം ഉണ്ടാകുന്നതിന് വേണ്ടി എന്ന് പ്രത്യേകമായി ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. വആയത്തം മിൻക, നിന്നിൽ നിന്നും ഒരു ദൃഷ്ടാന്തമായി കൊണ്ടും ഒരു അത്ഭുത കൃത്യമായി കൊണ്ടും അതിറക്കി തരണമേ. വർസുഖ്ന, ഞങ്ങൾക്ക് ഉപജീവനം നൽകണമേ. വഅന്ത ഖൈറുർ റാസിഖീൻ, ഉപജീവനം നൽകുന്നതിൽ അത്യുത്തമനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാം ഹവാരികളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തേടുകയാണ്. ഒരു മാഇദ, ഒരു ഭക്ഷണത്തളിക ഞങ്ങൾക്ക് ആകാശത്തിൽ നിന്നും അതേ പ്രകാരത്തിൽ തന്നെ ഇറക്കിത്തരണമെന്ന്. ഈ രൂപത്തിൽ ഭക്ഷണത്തളിക ഇറക്കിക്കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിൽ പല പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടതിൻ്റെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇറക്കിയെന്നും മറ്റുള്ളവർ ഇറക്കിയില്ല എന്നും വിശ്വസിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ ഭക്ഷണത്തളിക ഇറക്കിക്കൊടുത്തു എന്നുള്ള അഭിപ്രായക്കാരനാണ്. അഖ്റദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.